റോസി വർഗീസ് കിച്ചൻ ചാനലിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്നൊരു 4 പലഹാരത്തിന് പകരം പാസ്ത, മാക്രോണി ഇതാണ് ഉണ്ടാക്കാൻ പോണേ. അത് കുറച്ച് ഉപ്പിട്ടിട്ട് വെള്ളം അടുപ്പത്ത് വെച്ച് തിളച്ച് കിടക്കാണ്. അതിനകത്തേക്ക് ഇത് ഇട്ട് കൊടുക്കാം. മാക്രോണി അല്ലെങ്കിൽ പാസ്ത വെന്തിട്ടുണ്ട് കേട്ടോ. ഇതിനകത്തേക്ക് ഞാൻ കുറച്ച് പച്ചവെള്ളം ഒഴിച്ചതിന് ഒന്ന് എടുക്കാണ് ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട്. മാക്രോണി ഉണ്ടാക്കാനായിട്ട് ഒരു പാൻ വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാണ് കേട്ടോ. ഞാൻ പെരുംജീരകത്തിൻ്റെ പൊടി ഉണ്ടെങ്കിൽ അതിട്ടാൽ മതി. ഇത് പൊടി ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഇത്രയും വലിയ പെരുംജീരകം ഇട്ട് കൊടുക്കുകയാണ്. അത് ചൂടായിട്ടുണ്ട്. ഒരു 2 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 3-4 വെളുത്തുള്ളി വന്നിട്ട് ചെറുതായിട്ട് അരിഞ്ഞ കണ്ടിട്ട് കൊടുക്കാം. രണ്ട് ചെറിയ സവോള ചെറുതാക്കി അരിഞ്ഞേക്കുന്നതാണ് ഇട്ട് കൊടുക്കാം. മക്രോണി വേവിച്ചപ്പോൾ ഉപ്പിട്ടതാണ്. ഇത് ഈ സവോളയിലേക്ക്, ഈ മിക്സിലേക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പാണ് കേട്ടോ. സവോള വാടിയിട്ടുണ്ട്, മൊരിയേണ്ട ആവശ്യമില്ല കേട്ടോ. ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞേക്കുന്നത് ഇട്ട് കൊടുക്കാം. തക്കാളി ഒന്ന് അങ്ങോട്ട് വാടട്ടെ. മിക്സിങ് ഇതെല്ലാം ഒന്ന് വാടിയിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം കൂടി ഞാൻ പൊടികൾ ഇട്ട് കൊടുക്കുകയാണ്. ഗരം മസാല 1/2 ടീസ്പൂണ്, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂണ്, കുരുമുളക് അങ്ങോട്ട് കൂടിപ്പോയി. കുരുമുളക് 1/2 ടീസ്പൂണ്, കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ, ഒരു സ്പൂണ്. ഇത് ഇത്ര ഇട്ട് കൊടുക്കണം. മുളകിൻ്റെ പൊടികളുടെയൊക്കെ പച്ചമണമൊക്കെ ഒന്നൊന്ന് മാറട്ടെ. മൊരിഞ്ഞിട്ടുണ്ട്. ഞാൻ മക്രോണി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കണം. ഞാൻ ഇതിനകത്തേക്ക് കുറച്ച് സോയാ സോസ്, ഇത് പുളി രസം കിട്ടാനാണ്. ടൊമാറ്റോ സോസ്, ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. ഇതിനകത്തേക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് വേപ്പില. മാക്രോണി അല്ലെങ്കിൽ പാസ്ത റെഡി ആയിട്ടാണ് കേട്ടോ. പിള്ളേർ ഇത് റെഡി ആവണതിന് മുമ്പ് തിന്നു തുടങ്ങി. പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് ഇത്. അടിപൊളിയായിട്ടുണ്ട്, എല്ലാവർക്കും ഇഷ്ടമായി. പിള്ളേർക്ക് 2 പേർക്കും, ഞങ്ങളുടെ ഇപ്പോൾ 2 പേരുള്ളൂ, ഇഷ്ടമായി. നിങ്ങൾക്ക് ഞാൻ ചെയ്ത മെത്തേഡ് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എനിക്ക് ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ള മനസ്സ് കാണിക്കണം കേട്ടോ.
തൊട്ടടുത്ത ബെല്ലും ഓളും കൂടി പ്രസ് ചെയ്താലാണ് ഞാനിടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിൽ അറിയിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്ത അടിപൊളി റെസിപ്പി ആയിട്ട് വരുന്നത് വരെ നിങ്ങൾക്കെല്ലാവർക്കും നന്ദി.